ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൗമികനായ മനുഷ്യനെ ശരീര ആത്മ മനസ്സുകളുടെ ശുദ്ധീകരണത്തിലൂടെ പുതുജീവൻ്റെയും ദൈവിക കൂട്ടായ്മയുടെയും അനുഭവത്തിലേക്ക് തിരികെ കൊണ്ട് വരുന്നതാണ് നോമ്പും ഉപവാസവും. നോമ്പെന്ന പദത്തിന് രണ്ടർത്ഥങ്ങളുടെ കോമ്പിനേഷൻസ് ഉണ്ട്. ഒന്ന് നോവുണ്ട്, രണ്ട് അൻപുണ്ട്. വേദനിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ സ്വാന്തനം. ആയതുകൊണ്ട് നോമ്പിൻ്റെ പരമമായ ലക്ഷ്യമെന്നത് മനസ്സ് തകർന്നവർക്ക് സ്നേഹത്തിൻ്റെ ഒരു സ്വാന്തനം നൽകുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം ഈ നോമ്പിലൂടെ വേദന അനുഭവിക്കുന്നവർക്കും പരാജയങ്ങൾ നേരിടുന്നവർക്കും പ്രയാസത്തിൽ ആയിരിക്കുന്നവരോട് പഴയ നിയമത്തിൽ ഏശായ ദീർഘദർശിയുടെ പുസ്തകം 41 അധ്യായം 10 പറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കനാവിലെ കല്യാണ വിരുന്നിൽ യേശു ക്രിസ്തു ആ വീടിൻ്റെ നാഥനും നായകനുമായി മാറിയപ്പോൾ ആ വീടിൻ്റെ കുറവുകൾ പരിഹരിക്കപ്പെട്ടതുപോലെ ഈ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിലും യേശു ക്രിസ്തു നമ്മുടെ നാഥനും നായകനുമായി മാറണം. ആയതിന് ദൈവം ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.